അപ്പോൾ ഗൈസ് ഞാനിതിൻ്റെ എക്സോസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചത് അടിപൊളി സൗണ്ടാണ്. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അവർക്ക് വീട്ടൊക്കെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ടൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഗൈസ് നാട്ടിൽ ഫുള്ള് മഴയാണ്. അപ്പോൾ നമ്മൾ മഴയത്തൊരു വീഡിയോ എടുക്കുക എന്നുള്ള ലെവലിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഈ മഴയത്ത് വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ വണ്ടി എടുത്തിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആണ്, എന്നാലും ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയണം തോന്നി. അപ്പോൾ അത് പറയാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സ്ഥിര ഏരിയയാണ് ഈ ഒരു ബുള്ളറ്റ് 350. ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ കാണുന്ന ഒരു പ്ലേസ് ഒറ്റപ്പാലം അനങ്ങന്മല ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. അപ്പോൾ ഫാമിലിയായിട്ടും എന്താ പറയുക ഒറ്റക്കും എങ്ങനെ വേണമെങ്കിലും വന്ന് കാണാൻ പറ്റുന്നൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഗൈസ് വന്ന് കാണാൻ നോക്കുക, അടിപൊളി പ്ലേസാണ്. അപ്പോൾ വീണ്ടും നമുക്ക് വണ്ടിയുടെ മാറ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്താ വെച്ചാൽ ഇത് നമ്മളെ വഴിക്ക് തന്നെയാണ്. ഏകദേശം 4-4.5 പഴക്കമുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഒരു 4-4.5 വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇത് ക്ലാസിക് ആണോ അതോ ഇത് ഇലക്ട്രാണോ? അങ്ങനെയൊന്നുമല്ല. ഇത് കിക്കർ സ്റ്റാർട്ടുള്ള സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എന്താ പറയുക 350X ആണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ വണ്ടി എടുത്തതിനാൽ മച്ചു വണ്ടി എടുക്കണ അവസാനം വരെയും വർക്ക്ഷോപ്പ് കയറ്റി തൊലയും പണി വരും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബൈക്ക് എടുക്കുന്ന ടൈമിൽ എനിക്ക് ഏകദേശം ഒരു 17-18 വയസ്സ് ആ ഒരു പ്രായമായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ബൈക്ക് എടുക്കാമെന്നുള്ള പ്ലാനിലാണ് എടുത്താണ്. എനിക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ റോട്ടിക്കൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബൈക്ക് അങ്ങനെ വാങ്ങിയിടുന്ന ഒരു ടൈമാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ കുറേ പറഞ്ഞ് സ്പോർട്സ് ബൈക്ക് എടുക്കുക, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്പോർട്സ് ബൈക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടുകാരുടെ ഒപ്പീനിയൻ ഓലിക്ക് വീട്ടിൽ വാപ്പാക്ക് യൂസ് ചെയ്യാനൊരു ബൈക്ക് അങ്ങനെ ഒരു രീതിയിൽ എടുത്തതാണ്. എടുത്ത് നോക്കുമ്പോൾ പോലും പറഞ്ഞു ബുള്ളറ്റ് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയതാവട്ടെ എന്നുള്ള ലെവലിൽ ബുള്ളറ്റ് പറഞ്ഞു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നൊരു ആക്റ്റീവയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറിയിട്ട് ഒരു ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ള പോലെയിൽ ഞാനും ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാപ്പാക്ക് എടുത്ത ബൈക്കാണ്. അപ്പോൾ പിന്നെ അത് വാപ്പ യൂസ് ചെയ്യൽ നിന്ന് വാപ്പാക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്താ പറയുക ഇത് ഓടിക്കലില്ല, കിക്കറടിച്ച് സ്റ്റാർട്ടാക്കാനൊക്കെ നല്ല പണിയാണെന്നൊക്കെ ഉണ്ട്. അങ്ങനെ മെല്ലെ ഞാൻ ഈ ഒരു ബൈക്കിലേക്ക് കയറി ചെല്ല് ചെയ്തത്. ആദ്യം എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പിന്നെ മെല്ലെ ഇഷ്ടപ്പെട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ ബൈക്ക് കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണെന്നും വേണമെങ്കിൽ പറയാം. ബട്ട് എന്താ പറയുക ഈ വണ്ടി ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ എനിക്കെല്ലാം കൊണ്ട് ഓക്കെയാണ്. അപ്പോൾ വീട്ടിൽ ബൈക്ക് എടുക്കുന്ന ടൈമിൽ ബുള്ളറ്റ് എടുക്കുമ്പോൾ തന്നെ കുറേ എന്താ പറയുക വാപ്പാൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക് 350 എടുക്കുക, അതിലെ മിലിറ്ററി കളർ എടുക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ ക്ലാസിക് മതി എന്നുള്ള പറഞ്ഞ ഗ്യാപ്പിൽ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാക്കമാരത്തൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് കാക്ക ഞാൻ ക്ലാസിക് എടുക്കണോ അതോ സ്റ്റാൻഡേർഡ് എടുക്കണോ? അപ്പോൾ ലോങ് ഡ്രൈവ് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞത് വെച്ചാൽ എടാ ഈ സ്റ്റാൻഡേർഡ് എടുത്താൽ മതി, കിക്കറുള്ള മോഡൽ എടുത്താൽ മതി, സെൽഫുള്ള എടുക്കേണ്ട, അതാകുമ്പോൾ പണിയും കിട്ടില്ല, പിന്നെ എന്താ വെച്ചാൽ റീസെയിൽ വാല്യൂയും കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ എനിക്ക് ഫ്യൂച്ചറിൽ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഒന്നുകൂടി കംഫോർട്ടബിൾ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുള്ളറ്റ് എടുക്കണമെങ്കിൽ എന്തായാലും എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി വെർത്തായിരിക്കുക സ്റ്റാൻഡേർഡ് 350 ആയിരിക്കും. ആകുമ്പോൾ ഒന്നുകൂടി മൈലേജും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടി റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സെറ്റായിരിക്കും എന്നുള്ള ലെവലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഓക്കെ എന്നുള്ള ലെവൽ എടുത്തതാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ സ്റ്റാൻഡേർഡ് ഓടിച്ച് നോക്കി, ക്ലാസിക് ഓടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഒന്നുകൂടി റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് ക്ലാസിക്കിനേക്കാളും കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും ബുള്ളറ്റ് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യണ പോലെ തന്നെ ഇതിന് എന്താ പറയുക സൗണ്ടും കാര്യങ്ങളും ഞാനും ഒരു എക്സോസ്റ്റ് കയറ്റി. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഗൈസ് ഈ നിർത്തിയ പൊസിഷനിൽ നിന്ന് കിക്കർ അടിക്കാനുള്ള ഗ്യാപ്പ് അവിടെ അല്ല. അപ്പോൾ നൈസായിട്ട് അടിക്കുന്ന രീതിയാണ് സംഭവം. ഒരു നല്ല രീതിയിലൊന്നും അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും, ബട്ട് അവിടെ ഗ്യാപ്പില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടീൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒന്ന് കേട്ടോക്കെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ നോയ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, ഓവറായിട്ടുള്ള സൗണ്ടുള്ളതൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഇത് എടുക്കുന്ന ടൈമിൽ ഈ ഒരു സൈലൻസറിന് വന്നിട്ട് ഇതിനകത്ത് ഒരു പഞ്ചാബി എന്നൊരു പേരാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു സൈലൻസർ ഫിറ്റിംഗ് അടക്കം വന്നത് 1200 രൂപയാണ്. അപ്പോൾ
എല്ലാവരും പറഞ്ഞു ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എഞ്ചിന് നല്ല പണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് പണിയും കാര്യങ്ങളൊന്നും വന്നില്ല. ഏകദേശം 4-4.5 വർഷമായി ഞാനിത് ഫിറ്റ് ചെയ്തിട്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു മൈലേജ് ഷോർട്ട് ആവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിത് ഫീൽ ചെയ്തത് ഈ ഒരു സൈലൻസർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം എനിക്ക് കിട്ടിയിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ 40-45 കിലോമീറ്ററൊക്കെ നോർമലായിട്ട് കിട്ടിയിരുന്ന മൈലേജ്. അപ്പോൾ ഞാനതിലും ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു ഇനി സൈലൻസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മൈലേജും കൂടി പോകും, അപ്പോൾ അത് ചെയ്യേണ്ട പുതിയ വണ്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാനും അതേപോലെ തന്നെ പേടിച്ചിട്ട് സൈലൻസറും കാര്യത്തൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇതിന് കംപ്ലയിൻറ്റ് വരും, എഞ്ചിൻ പണി വരുമെന്നൊക്കെയുള്ള പേടിയിൽ അങ്ങനെ ഫിറ്റ് ചെയ്തായിരുന്നില്ല. അപ്പോൾ വാപ്പ നാട്ടിൽ വന്നതിന് ശേഷം വാപ്പ പറഞ്ഞു, എടാ സൈലൻസർ ഇല്ലാണ്ട് എന്ത് ബുള്ളറ്റ്, ആ ഒരു ഫീൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആളൊരു വണ്ടി പിരാന്തനാണ്. ആൾ നേരെ പോയിട്ട് ഇനിയും കൂട്ടി പോയിട്ട് ഏത് സൈലൻസർ വേണ്ട പറഞ്ഞിട്ട് 2-3 സൈലൻസർ കാണിച്ചെന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്ത് അലാക്കിൻ്റെ സൗണ്ട് പറഞ്ഞു. അപ്പോൾ ആൾക്കാരെ വെറുപ്പിക്കേണ്ടെന്ന രീതിയിൽ കുറച്ചൊരു മീഡിയം സൗണ്ട് ആയിട്ടുള്ളൊരു സൈലൻസറാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തത്. 1200 രൂപയാണ് ഏകദേശം ഈ ഒരു വണ്ടി ഈ ഒരു സൈലൻസറിനെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 40 കിലോമീറ്റർ മൈലേജൊക്കെയാണ് അറൗണ്ടായിട്ട് ഇതിന് നോർമൽ ഡേയ്സിന് കിട്ടിയത്. അപ്പോൾ ഇത് മേടിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മൈലേജ് ഷോർട്ടാവുന്ന എല്ലാവരും പറഞ്ഞത്. പക്ഷേ മൈലേജ് ഷോർട്ടായാലും കംപ്ലയിൻറ്റ് വന്നില്ല. എന്ത് ലക്കാണോ എന്ന് സംഭവമൊന്നും എനിക്കറിയില്ല. മൈലേജ് ഷോർട്ടാവുന്നതിന് പകരം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒന്നുകൂടി മൈലേജ് കൂടിയ പോലെ എനിക്ക് തോന്നിയത്. അതായത് 40-42 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്ന ഈ വണ്ടിക്ക് ഏകദേശം 44-45 കിലോമീറ്റർ മൈലേജ് കിട്ടി ഈ സൈലൻസർ ഇട്ടതിന് ശേഷം. എനിക്ക് എന്താ പറയുക, സൈലൻസർ ഇട്ടത് കൊണ്ടാണ് മൈലേജ് കൂടിയെന്നൊന്നും ആ ഒരു ഡൗട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഞാൻ ആ വണ്ടി എടുത്ത ടൈമിൽ ഏകദേശം 1 വർഷമൊക്കെ ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിലെ സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഓടി പഴകി സർവീസൊക്കെ ഡെയിലി റണ്ണിങ് ഒക്കെ വന്നപ്പോൾ മൈലേജ് കൂടിയതായിരിക്കും. ആ ഒരു ഏകദേശം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. മൈലേജ് കൂടിയതിൻ്റെ കാരണം സൈലൻസർ ഇട്ടുകൊണ്ടൊന്നും ആവില്ല. എന്തായാലും മൈലേജ് ഷോർട്ടായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇത്ര കാലം യൂസ് ചെയ്തെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി കസ്റ്റമർ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് ഓടിച്ചുകൊണ്ടുള്ള ഫീലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുകൊണ്ടൊന്നല്ല. ഈ വണ്ടി പണി തന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയണ പോലെ തന്നെ എന്നും പണി വരും, വഴിയിൽ നിൽക്കും, എൻ്റെ ബുള്ളറ്റ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും നല്ല പേടിച്ചായിരുന്നു. പഠിച്ചനെ ആശിച്ച് മോഷിച്ച് ഒരു വണ്ടിയും മേടിച്ച് അതാണെങ്കിൽ റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ആ വീട്ടിലും പറഞ്ഞു നല്ല പണി കിട്ടും അങ്ങനെ പറഞ്ഞാലും പുതിയ വണ്ടിയല്ലേ, അപ്പോൾ നേരത്തിൽ നോക്കിയ പണിയൊന്നും കിട്ടില്ല പറഞ്ഞാൽ. അപ്പോൾ ഞാൻ മെയിൻ്റെനൻസും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത ലെവലിലൊക്കെ ചെയ്ത് എനിക്കിതുവരെ പണിയൊന്നും വന്നിട്ടില്ല. ആ ടയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാറ്റി കൊടുക്കും, എഞ്ചിൻ ഓയിൽ ആ ഒരു സർവീസ് പീരീഡ് ആകുമ്പോൾ മാറ്റി കൊടുക്കും അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ റീസെയിൽ വാല്യൂ ആണ്. അപ്പോൾ ഞാനിത് വിൽക്കാൻ വെച്ചിട്ടൊന്നുമില്ല, കാരണം എൻ്റെ വണ്ടിയില്ല. എനിക്ക് ഏറ്റവും എന്താ പറയുക, എൻ്റെ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷനിലും ഏറ്റവും നല്ല സിറ്റുവേഷനിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ ട്രാവൽ ചെയ്യാൻ സഹായിച്ചൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു എന്താ പറയുക ബാഡ് സിറ്റുവേഷൻ വന്നു, അതായത് ഒരു കാറിൻ്റെ ആക്സിഡൻ്റ് ആയി ഒരു 2 വർഷം മുന്നേക്ക്. അപ്പോൾ ആക്സിഡൻ്റ് ആയ ടൈമിൽ എനിക്ക് എന്താ പറയുക വീട്ടിൽ സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നങ്ങൾ വന്ന്, അതായത് കുറച്ചധികം ക്യാഷ് പൊട്ടി. വണ്ടിക്ക് ആണെങ്കിലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെ കുറച്ച് പൈസ ഒക്കെ വന്ന്. അപ്പോൾ ക്യാഷ് കുറേ പെൻഡിങ് ആയപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഈ ഒരു ബുള്ളറ്റ് വിൽക്കുക എന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ വന്നത്. അപ്പോൾ ആ ഒരു മനസ്സോടെ ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ വേണ്ടി OLX-ലിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ആ വണ്ടി മേടിക്കുന്ന ടൈമിൽ ആ വണ്ടിക്ക് ഫുള്ളായിട്ട് വന്നത് റെഡി ക്യാഷ് 1,52,000 രൂപയാണ്. അത്ര റേറ്റ് വന്നിരുന്നത്. വേറൊരു ക്യാഷ് ഒന്നും റെഡി റോഡ് ഓൺ പ്രൈസാണ്. 1,52,000 രൂപയാണ് ഈ വണ്ടിക്ക് വന്നായിരുന്നത്. ബട്ട് ഞാനത് ഒരു 3 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 2 കൊല്ലം മുന്നേ, 3 കൊല്ലം, അതായത് വണ്ടി മേടിച്ചിട്ട് 3 കൊല്ലങ്ങൾക്ക് ശേഷം ആക്സിഡൻ്റ് ആയപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വണ്ടി സെയിലിൽ വെച്ചു. അപ്പോൾ വണ്ടി സെയിലിൽ വെച്ചപ്പോൾ ഏകദേശം എനിക്ക് ഞാൻ ആ പ്രൈസ് ഇട്ടിരുന്നത് 1,36,000 ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമർ, അതായത് ഒരു എന്താ പറയുക ഡീലർ എനിക്ക് മെസ്സേജ് 1,30,000 തരുമോ ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു നല്ല ഡീലായിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എടാ അങ്ങനെ 1,30,000 അടുത്ത് പ്രൈസ് തരാം, നല്ല വണ്ടിയല്ലേ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുക. അപ്പോൾ എൻ്റെ മൈൻഡ് അയച്ചില്ല. സംഭവം നല്ല മോശം സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ വണ്ടി വെക്കാനുള്ളൊരു മനസ്സ് എനിക്ക് അന്ന് വന്നില്ല. അതെന്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിരുന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അന്ന് ആ വണ്ടി വിറ്റുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഓണറിൽ കിക്കറിലൊരു ബുള്ളറ്റ് നിലവിൽ പുതിയൊരു ഫസ്റ്റ് ഓണറായിട്ട് എൻ്റെ സ്വന്തം വണ്ടി എന്നുള്ള നിലക്ക് വേറെ ആർക്കും തൊടാതെ യൂസ് ചെയ്യാണ്ട് ആരും പൊളിച്ചെടുക്കാത്തൊരു ഗിയർ ബോക്സ് ഉള്ളൊരു വണ്ടി എനിക്ക് ഓടിക്കണമെങ്കിൽ ഒരിക്കലും പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊരു നല്ല തീരുമാനമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംബന്ധിച്ച് ഇതിൻ്റെ മൈലേജാണ്. ഈ വണ്ടിക്ക് ഏകദേശം ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു 47 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 45 മുതൽ 47 കിലോമീറ്റർ മൈലേജ് വരെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ കോഴിക്കോട് പോയി വന്നപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു മൈലേജ് ടെസ്റ്റ് ചെയ്യണത്, കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പ്രൂഫ് വെച്ചിട്ട്. അപ്പോൾ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി ഏകദേശം 47 കിലോമീറ്റർ മൈലേജ് ഈ ഒരു BS6 2020 ലാസ്റ്റ് വന്ന ഡിസംബർ മോഡലിൽ ഈ ഒരു ബുള്ളറ്റ് എക്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മൈലേജിൻ്റെ കാര്യം മാത്രമല്ല, ഇത് പെട്രോളിൻ്റെ കാര്യത്തിൽ എന്നെ വഴിയിൽ നിർത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 10 കിലോമീറ്റർ, അതായത് ഫ്യൂവൽ ചെയ്യാനായ ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ മുന്നൊക്കെ വണ്ടി ഇങ്ങനെ മിസ്സിങ് വരും.
ചെറിയ മിസ്സിങ് വരും. ഏകദേശം ഒരു 100 രൂപേൻ്റെ ഏകദേശം 1 ലിറ്റർ പെട്രോളിൻ്റെ അടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ വണ്ടി ഏകദേശം എനിക്കൊരു മുന്നറിയിപ്പ് തരും. ആ വണ്ടി ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേഗം ഒരു 60 രൂപക്കോ 100 രൂപക്കൊക്കെ പെട്രോൾ അടിച്ചേക്കും. അതുകൊണ്ട് വണ്ടി വഴിയിൽ നിൽക്കില്ല. പെട്ടെന്നൊരു തീരുമാനം തരാണ്ടെന്ന് ഇതുവരെ വണ്ടി പുറത്ത് വഴിയിലൊന്നും നിൽക്കേണ്ട അവസ്ഥ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ എൻജിൻ വൈസ് കംപ്ലയിൻറ്റോ വേറൊരു കംപ്ലയിൻറ്റോ ഈ വണ്ടിക്ക് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇതിൻ്റെ 12-13,000 കിലോമീറ്റർ ആയപ്പോൾ ഇതിൻ്റെ ചെയിൻ സോക്കറ്റും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. 2 ടയറും മാറ്റിയിട്ടുണ്ട്, എഞ്ചിനും മാറ്റിയിട്ടുണ്ട്. വേറെ ഒരു സംഭവം ഇതിലും നിലവിൽ മാറ്റിയിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞില്ല, എനിക്ക് ഏകദേശം കിട്ടിയിരുന്നത് ഒരു ഫസ്റ്റ് ഒരു സൈലൻസറൊക്കെ വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരുന്ന ഒരു 40 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു മൈലേജ് കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്കൊരു 40, 45, 46 കിലോമീറ്റർ മൈലേജൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് നല്ല മൈലേജ് തന്നെയാണ് ഈ ഒരു വണ്ടിയൊക്കെ ചോകുമ്പോൾ. അപ്പോൾ ഗൈസ്, എനിക്ക് വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം വെയിറ്റുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു വണ്ടിയിലേക്ക് ഞാൻ വരുമ്പോൾ ഈ വെയിറ്റൊക്കെ ആൾക്കാരെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തടി അമ്മിയുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, എടാ ഈ തടിയില്ലാത്ത എനിക്ക് ഒരിക്കലും ഈ വണ്ടി മാച്ച് ആവില്ല എന്നൊക്കെ പറഞ്ഞ്. സംഭവം ഒന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ബോഡി സ്ട്രെങ്ത് വെച്ചിട്ട് എനിക്ക് ബാക്കിലേക്ക് റിവേഴ്സ് വലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വണ്ടി അതൊരു ശീലമായി, അതൊരു പ്രശ്നമല്ലാത്ത രീതിയിലായി. ഇപ്പോൾ നമുക്ക് എന്താ നോർമൽ ഒരു സ്കൂട്ടി ഓടിക്കണ ലെവലിൽ തന്നെ നമ്മളാ ഒരു ബോഡി അതിലേക്കാണ് വഴങ്ങിപ്പോയി. അല്ലാണ്ട് സ്കൂട്ടീൻ്റെ പവറാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു സാധാ ബൈക്ക് ഓടിക്കണ പോലെ തന്നെ ആ ഒരു വെയിറ്റ് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം നമുക്കറിയാം എവിടെ കാലുത്തണം, എവിടെ നമുക്ക് ആ വെയിറ്റ് താങ്ങണം, എത്ര ചിരിച്ചാലും വണ്ടി കയ്യിൽ നിന്ന് പോകാന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എത്ര വണ്ടി കയ്യിൽ നിന്ന് ചെരിഞ്ഞാലും നമുക്ക് എടുത്ത് പൊക്കാനുള്ളൊരു സ്ട്രെങ്ത്ത് മെൻ്റലി വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ വണ്ടി ഒരു സ്ട്രെങ്ത്ത് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മാച്ച് ആവില്ല എന്നല്ല. ഡിഫിക്കൽട്ടായിട്ടുള്ള പൊസിഷൻ വരുമ്പോൾ അതൊരു മാച്ച് ആവില്ല. കാരണം വെച്ചാൽ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും വണ്ടി ഓക്കെയാണ്. എൻജിൻ സൈഡൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. എത്ര കാലമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 10-23,000 കിലോമീറ്റർ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഓടിച്ചിട്ടുണ്ട്, വേറെ ആരും ഓടിക്കാണ്ട്. അപ്പോൾ ഈ ഒരു 10-23,000 കിലോമീറ്റർ ഓടിച്ചൊരു റിവ്യൂ ഞാൻ പറയണത്, ഈ വണ്ടിക്ക് ഇത്ര ഒരു 4-4.5 വർഷമായിട്ട് ഇതുവരെ ഒരു പണിയും വന്നിട്ടില്ല. ചിലർ പറയും നല്ല പണിയാണ്, എപ്പോഴും വർക്ക്ഷോപ്പിലാണെന്നൊക്കെ. എനിക്കൊണ്ട് എന്താ വെച്ചാൽ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതൊരു ലക്കിൻ്റെ പുറത്ത് ചിലർക്ക് പെട്ടെന്ന് വന്നേക്കും. എത്രയും മെയിൻറ്റെയിൻസ് ചെയ്തിട്ടും എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അതേപോലെ എന്തോ IC ഒക്കെ കത്തിപ്പോയി. അത് ഓന് അത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എന്നിട്ടും ആ വണ്ടി കത്തിപ്പോയി. എൻ്റെ സെയിം വണ്ടിയാണ്. അതിന് ഏകദേശം കിട്ടുന്നത് 36-37 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ആ വണ്ടി കിട്ടുന്നത്. അതും ഇത് സെയിം വണ്ടിയാണ്, എന്നാലും അതിൻ്റെ എന്താ പറയുക മൈലേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ സെയിം വണ്ടിയാണെങ്കിൽ പോലും മൈലേജിനും അതേപോലെ പെർഫോമൻസിനൊക്കെ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തതിൽ എനിക്ക് വർത്താണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് വിറ്റാൽ ഏകദേശം ഒരു 1,20,000-25,000 രൂപയ്ക്ക് എനിക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വണ്ടി ഏതൊരു മേഖലയിലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നത്. കാരണം ഓവറാൾ അടിപൊളിയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഹൈവേയിലാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുക. ലോങ് റൈഡ് പോകുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകാം. പിന്നെ നല്ലൊരു റീസെയിൽ വാല്യൂ ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ലോ മെയിൻ്റെനൻസ് ആണ്. എനിക്ക് അത്രമാത്രം മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം ഒരു 10,000-3,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫുള്ള് പണിയും തീർത്തെടുക്കാവുന്ന ലെവലിലുള്ള ഒരു, അപ്പോൾ അത്രക്കൊരു 3,000-3,200 രൂപ ആ ഒരു ലെവലിലൊക്കെയാണ് ഇതുവരെ എനിക്ക് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നില്ല. ഇതിലും താഴെ വരാറുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ബുള്ളറ്റിനെ കുറിച്ചിട്ട് അധികം വലിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ചെറിയൊരു വീഡിയോ തുടങ്ങാമെന്നല്ലോ വിചാരിച്ചപ്പോൾ അതൊരു വലിയ വീഡിയോ ആയി മാറിയിട്ടുണ്ട്. ഗൈസ്, പറഞ്ഞു വെറുപ്പിക്കണില്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു വീഡിയോ സെക്കൻഡ് വണ്ടി എടുക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ആക്കണം. അപ്പോൾ നിങ്ങൾ ബുള്ളറ്റ് യൂസ് ചെയ്യണതോ അല്ലെങ്കിൽ എന്താ പറയുക എടുക്കാൻ പോകണ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ആക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.